ഹലോ മൈ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ബൈ ജനീൽ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇടുക്കി യാത്ര കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്നു ഊട്ടിയിലേക്കൊരു ഒറ്റ മൈൻഡിൽ യാത്ര. ഇതൊരു വെറൈറ്റി ട്രിപ്പാണ്. എങ്ങനെ എന്തൊക്കെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. സ്ഥലങ്ങൾ കാണുക എന്നുള്ളതല്ല, വെറൈറ്റി ആയിട്ട് അത് നിങ്ങൾ കണ്ടുകൊള്ളൂ. ഇത് കാണിച്ചത് നമ്മളെ കാഴ്ചകൾ. നമ്മളിപ്പോൾ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റ മൈൻഡിൽ ഊട്ടിക്ക് പോയി പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒന്നും നോക്കാതെ കയറി വന്ന സ്വന്തം കസിൻ. എന്താ പറയാല്ലേ? എന്താ പറയാ, ഒറ്റ മൈൻഡ് ഊട്ടി, അത്രേ ഉള്ളൂ. ഈ മുളയ്ക്കാണ്ട് പൊട്ടിച്ചാടി കിടന്നെ ഇതൊക്കെ ഒന്ന് ആന വരുമ്പോൾ ശരിയുള്ളതാണ്. അതിന് ശേഷം ഈ റോഡിന്റെ ആൾക്കാർ വന്ന് കട്ട് ചെയ്ത് വാഹനങ്ങൾക്ക് പോകാനുള്ള ഇതിലാക്കിയിട്ടാണ് അവർ വെക്കുന്നത്. പിന്നെ ഈ ചുരത്തിനൊരു ചരിത്രമുണ്ട്. എന്താ വെച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവർക്ക് ഈ ചരക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തനുള്ള ഒരു പ്രദേശമാകുമ്പോൾ അവർക്കിത് കയറ്റാൻ പറ്റൂല. അപ്പം അന്ന് ഇങ്ങനെ ആദിവാസികളൊക്കെ ചേർന്ന് ഒരു റോഡ് നിർദ്ദേശിച്ചു കൊടുത്ത് അതിനനുസൃതമായ റോഡ് നിർമ്മിച്ച് ബ്രിട്ടീഷുകാർക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഓരോ എന്ത് ചെയ്ത് ആ ആദിവാസികളാണ് കൊന്നു. കാര്യം കഴിഞ്ഞപ്പോ അവനോട് കൊന്ന്. പാലം കടന്നാൽ നാരായണ, പാലം കഴിഞ്ഞാൽ കൂരായണ, അത്രേ ഉള്ളൂ. അതാണ് അപ്പൊ ഈ ചുരത്തിന്റെ ചരിത്രം. നമ്മൾ നാടുകാണി ചുരം കയറുമ്പോൾ ഊട്ടിയിലേക്ക് പോകണ വഴിക്ക് കാണുന്ന ആനമറയിലുള്ള മക്കാമാണിത്. വളരെയധികം ചരിത്രം ഉറങ്ങുന്ന ഒരു മക്കാമാണിത്. ഇവിടെ പോകുന്നതിന് എല്ലാവരും ജാതി മത ഭേദമന്യേ ഇതിലേക്ക് പൈസ ഇട്ട് പോകും. കാരണം എന്തെന്ന് വെച്ചാൽ അതൊരു വിശ്വാസമാണ്, എല്ലാവർക്കും ഒരു വിശ്വാസമാണ്. അതാണ് ആപത്തുകളെ തടയുമെന്നാണല്ലോ. അപ്പോൾ ആ വിശ്വാസത്തിന്റെ പുറത്ത് എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഇതിൽ സംഭാവന ചെയ്തു പോകും. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന കാഴ്ചകളിൽ ഒന്നാമത്തെ നല്ലൊരു കാഴ്ച നമ്മൾ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ പോണ വഴിക്ക് വേറൊരു ചരിത്രം ഉറങ്ങുന്നൊരു പാറയാണിത്. ഈ പാറക്കുള്ളിൽ പണ്ട് കാലങ്ങൾ ഇപ്പോഴുണ്ടോ ചിലപ്പോൾ ഉണ്ടാവിരിക്കാം. ഉറങ്ങണ സ്ഥലം കേൾക്കുന്നു. ഇതിന്റെ ഉള്ളില് പണ്ട് കാലത്ത് ആൾക്കാർ താമസിച്ച ഗുഹയൊക്കെ ഉണ്ട് എന്നാണ് കേട്ടത്. കണ്ടോ, ഇതിന്റെ ഇടയിൽ കൂടെ ഒരു എൻട്രൻസ് ഉണ്ടെന്നൊക്കെ ഒരു പറയണത്. അറിയില്ല, ഓരോരോ ഐതിഹ്യങ്ങളാണ്. നമ്മൾ നാടുകാണി എത്തി. പോണ വഴിക്കൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ചായയും ഫ്രഷ് വട്ട. നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നാടുകാണി എത്തുമ്പോൾ നമ്മളെ ചിരം ചായ സ്പോട്ടാണ് ഇത്. ഇവിടുന്ന് നമ്മൾ ചായ എടുക്കല്. ഇവിടുന്ന് ചായ, നല്ല ചോക്ലേറ്റ്, ചൂടുവട്ട. നമ്മളിപ്പോൾ നാടുകാണി എത്തി. നാടുകാണിയുടെ പച്ചപ്പരിതാപം കണ്ട് നമ്മളെ ചുരം തീർന്നിട്ടില്ല, ചുരത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. നമ്മൾ സ്ഥിരം പമ്പ. രണ്ടടിച്ച് കഴിഞ്ഞ് കിട്ടോ. നമ്മൾ കൂടല്ലൂരെത്തി, എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കൂടല്ലൂർ ടൗണിലാണുള്ളത്. ഈ ബ്ലോക്ക് ഇവിടെ സർവ്വസാധാരണ വിഷയമാണ്. കൂടല്ലൂർ അങ്ങാടിയിലാണുള്ളത്. ഇവിടുന്ന് നമുക്കൊരു 50 കിലോമീറ്റർ കൂടെ ഉണ്ട് ഊട്ടിയിലേക്ക്. സൺഡേ ആയതുകൊണ്ട് തിരക്ക് കാണുന്നുണ്ട്. ഫുൾ കേരള വണ്ടികൾ. കേരള അത് കർണാടക. നമ്മൾ എവിടേക്ക് യാത്ര പോവുകയാണെങ്കിലും സാഹചര്യം നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ നിസ്കാരം ഒഴിവാക്കരുത്. നമ്മളെ നിസ്കാരം മസ്റ്റാണ് ഏതൊരു യാത്രയിലും, നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിസ്കാരം എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ഒഴിവാക്കരുത്. നിസ്കാരം ഇപ്പോൾ ഇത് പൈന്മരങ്ങൾ നടുകൾക്കുള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് പോകുന്ന വഴി സൂയിസൈഡ് പോയിന്റിലൊക്കെ തിരക്കാണ് കാണുന്നത്. നമ്മൾ സൂയിസൈഡ് പോയിന്റ് കാണുന്നില്ല, കാരണം കുറേ വട്ടം കണ്ടതുമാണ്.
സൂയിസൈഡ് പോവാത്ത ഒന്നും കൊണ്ടല്ല, അപ്പൊ അവർക്ക് നടക്കാൻ മടിയാണ്, അത്രേ ഉള്ളൂ. തിരിച്ച് വൈമരങ്ങൾക്കിടയിലൂടെ ചായ മസ്റ്റ് സുന്നത്ത് പുറമേക്ക് ഇങ്ങനെ ചായ അടിച്ചോണ്ട് പോകുക എന്നൊരു സുന്നത്ത് പരിപാടിയാണ്. നമ്മളെ കാക്കാന്റെ ചായയാണ്. നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴി നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു ചായ സെറ്റപ്പ്. ഊട്ടിയെ ലക്ഷ്യമായിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൈക്കര ഡാം. കാണുന്നതാണ് ഷൂട്ടിംഗ് പോയിന്റ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഊട്ടിയിലെ പല സിനിമകളിലും ഷൂട്ടിംഗ് പോയിന്റ് നമുക്ക് കാണാൻ കഴിയും. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ. ഞങ്ങൾ പോട്ടെ സ്ഥലം തരേ. ഓക്കെ, നമ്മൾ ഇന്ന് ഊട്ടി അങ്ങനെ പോന്ന് നമ്മളെ സ്റ്റേക്ക് എത്തി. ഈ സ്റ്റേ കിട്ടാൻ കാരണം ഇതിലെ ചില കഥകളും അതിൻ്റെ ട്വിസ്റ്റും ഞാൻ നാളെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വ്യൂ നല്ല അടിപൊളി വീട്, അത് ഞാൻ നാളെ കാണിച്ചു തരുന്നതാണ്. നൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. അതെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലായ ട്രാവലിംഗ് ബൈസിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.